നമുക്കിന്ന് അറബി വീട്ടിൽ നിന്ന് കട്ട് പറിച്ച മാങ്ങയും കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ഇതൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ മാങ്ങ ചട്ടിയിലോട്ടിടുക, വെള്ളം ഒഴിക്കുക, തിളച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങയിലോട്ട് ശർക്കര പാനി ഒഴിക്കുക. ഇനി അവിടെ കിടന്ന് വേവട്ടെ. ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യിലും ആ ശർക്കര പാനിയിലും കിടന്ന് നല്ലതുപോലെ മാങ്ങ വേകുമ്പോഴത്തേനും നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം. തേങ്ങയും മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലിയും കുറച്ച് തൈരും കൂടെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. അപ്പോഴേക്കും ഈ മാങ്ങ അവിടെ കുറുകിയിട്ടുണ്ടാവും ശർക്കര പാനിയിൽ. അതിലോട്ട് ഈ അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം ഇതിൽ കടുക് പൊട്ടിക്കുമ്പോൾ നെയ്യിൽ തന്നെ പൊട്ടിക്കണം. നെയ്യ് എടുത്തിട്ട് അതിൽ കടുകും ഉലുവയും ചുവന്ന മുളകും ചുവന്ന ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് ഇളക്കി പൊത്തി വെക്കണം. കഴിക്കാൻ നേരത്ത് മാത്രം തുറന്നാൽ മതി കേട്ടോ. പൊള്ളി ടേസ്റ്റാണ് നെയ്യുടെ ഒക്കെ കൂടെ.